ബാക്ക് എൻജെ നമ്മൾ റിയാക്ഷൻ ചെയ്യാൻ പോകുന്നത് കരുപ്പ് മൂവിയിലെ ഒഫീഷ്യൽ സോങ് ആണ്. നമുക്കറിയാം സൂര്യണ്ണന്റെ പടമാണ്, ആഫ്റ്റർ എ ലോങ് ടൈം വരുന്ന പടമാണ്. ആൻഡ് അത് മാത്രമല്ല, ഇതിനകത്ത് നമ്മൾ സ്റ്റാർ കാസ്റ്റ് മറ്റു സംഭവങ്ങളൊക്കെ എടുത്തു നോക്കിയപ്പോൾ കുറെ അധികം മലയാളി പ്രസൻസ് നമുക്ക് ഇതിനകത്ത് കാണാൻ പറ്റുന്നുണ്ട് എന്നുള്ളതാണ്. ആരൊക്കെയാണ്? ഇന്ദ്രൻ സാറിന്റെ ഒക്കെ പേര് ഏകദേശം മെയിനിൽ തന്നെയാണ് കൊടുത്തേക്കുന്നത്. അപ്പൊ പിന്നെയാണെന്നുണ്ടെങ്കിൽ സൂര്യ ആൻഡ് തൃഷ, ഇവരുടെ കോമ്പിനേഷൻ നമ്മൾ ശരിക്കും ഇവരുടെ കോമ്പിനേഷനിൽ ഏതെങ്കിലും പടം ഉണ്ടോ? മുന്നേ കണ്ടിട്ടുണ്ടോ? ഇല്ല. കാരണം എന്താന്ന് വെച്ചാല് വിജയ്, തൃഷ അവരൊക്കെ ഉണ്ട്, പിന്നെ സിംബു അടക്കമുണ്ട്. ഓക്കെ, പക്ഷെ സൂര്യൻ പ്ലസ് തൃഷ കോമ്പിനേഷൻ നമ്മള് ഇതുവരെയായിട്ട് കണ്ടിട്ടില്ല എന്നാണ് എൻ്റെ ഒരു ഫീല്. ഇനി ഉണ്ടോന്നറിയില്ല, ഏതെങ്കിലും ചിലപ്പോൾ വലിയ അധികം ഹിറ്റാവാത്ത പടം എന്തെങ്കിലും ഉണ്ടോന്ന് അറിയില്ല. പക്ഷെ നമുക്ക് എന്നെ പെട്ടെന്ന് കേൾക്കുന്ന സമയത്ത് ഇതൊരു ഭയങ്കര ഒരു മിസ്മാച്ചിങ് ഒരു കോംബോ പോലെ. കൂടുതൽ സൂര്യ അസനല്ലേ കണ്ടേക്കണം, സൂര്യനും അസനുമാണ് ഭയങ്കര ഒരു കോംബോ, അത്രയും ഭയങ്കര ഡെഡ്ലി ഹിറ്റ് കോംബോ. സൂര്യ ജ്യോതിക അവരും നല്ല കോമ്പിനേഷനാണ്. പിന്നെന്ന് വെച്ചാൽ ഇപ്പൊ വരുന്ന യങ്സ്റ്റേഴ്സ് എല്ലാവരും ആക്ച്വലി സൂര്യന്റെ കൂടെ പോയിക്കോളും, വലിയ പ്രശ്നമില്ല. നന്നായിരുന്നു. അപ്പൊ ഇവിടെ ഇത് കാണുന്ന സമയത്താണ് നമ്മളായിരിക്കും ഇത് ഇങ്ങനെ പോകുമ്പോ ആകും എന്നുള്ള ഒരു സംഭവം ഉണ്ട്. അപ്പൊ എന്തായാലും നമുക്ക് നോക്കി, ഇത് പാട്ടല്ലേ പാട്ടാണ്. സായി അഭിശങ്കറാണ് പാട്ട് സോങ് ചെയ്തിരിക്കുന്നത്. ആളുടെ പാട്ട് തന്നെ എപ്പോഴും ഭയങ്കര ട്രെൻഡ് ലിസ്റ്റിൽ വരുന്ന സാധനമാണ്. ആൻഡ് പാട്ടിന്റെ പേരും അങ്ങനെ 4 പേര് എന്നൊക്കെയാണ്. ആൻഡ് സിംബു പാടിയിട്ടുണ്ട്, സായും പാടിയിട്ടുണ്ട്. രണ്ടുപേരും കൂടിയാണ് പാട്ട് പാടിയിരിക്കുന്നത്. നമുക്ക് എന്തായാലും കണ്ടുനോക്കാം, നേരെ നോക്കാം. ഞാൻ വേറൊരു പടം കൂടി ഓൾറെഡി വരുന്നില്ല, എന്നോ ടീച്ചർ നമ്മൾ റിയാക്ട് ചെയ്തു. വിശ്വനാഥൻ സെൻസ് നമിതയുടെ, അതെ മമിത ബൈജു. സെക്കൻഡ് സിംഗിൾ ആണല്ലേ, മുന്നേ ഇറങ്ങിയിട്ടുണ്ടോ പാട്ട്? DJ പാട്ടാ. അരുൺ വെഞ്ഞാറമൂടാ. പാട്ടിലായ
ലുക്ക് പിടിക്കാൻ നോക്കിയിട്ടുണ്ടോ? പറ്റുന്ന, അതായത് നമ്മൾക്ക് പെട്ടെന്ന് 14 മെയ് ചെറിയൊരു കൺഫ്യൂസിങ് ആക്കുന്ന രീതിയിൽ പിടിച്ചിട്ടുണ്ടായിരുന്നു ആ ലുക്ക് അല്ലേ? അതുപോലെ ഞാൻ വെച്ചാൽ സൂര്യനെ പൊതുവെ ലുക്കൊക്കെ മാറ്റി വരാറില്ല സിനിമകളിൽ. എന്തൊക്കെയോ ഒരു ആംഗിളിൽ നിന്ന് എന്തൊക്കെയോ ഒരു ചെറിയൊരു റെസിംബ്ലൻസ് തോന്നുന്നുണ്ടായിരുന്നു. പക്ഷേ എന്താ പറയാ, മൊത്തത്തില് ഫുൾ എനിക്ക് ഒരു മറ്റേ നമ്മുടെ യൂഷ്വലി ഇറങ്ങുന്ന ഒരു പാട്ട് പോലെ അല്ല, ഒരു സോങ് പോലെ അല്ല. ഇത് ഏകദേശം എന്താ പറയാ, കറക്റ്റ് നമ്മൾ ഈ റീൽസിലൊക്കെ പറ്റിയ ഒരു സംഭവം, കുറച്ച് വൈബ് കുറച്ച് കൂടുതലായിട്ടുള്ള ഒരു സാധനമാണ് തോന്നിയത്. ഞാൻ അത് മാത്രമല്ല, ഈ പാട്ട് ഫസ്റ്റ് സിംഗിളപ്പോ വേറെ പാട്ട് ഇറങ്ങിയിട്ടുണ്ട് ഓൾറെഡി. ഇതിന്റെ നമ്മളൊന്നും ചെയ്തിട്ടില്ല തോന്നുന്നു, എല്ലാം മിസ്സായിട്ട് വേണ്ടുന്നു. ട്രെയിലർ ടീച്ചർ എന്തോ വന്നിട്ടുണ്ടായിരുന്നു, മറ്റേ വാളൊക്കെ പിടിച്ചോണ്ട് സൂര്യണ്ടൻ മറ്റേ ഒരു കുറിയൊക്കെ തൊട്ടിട്ട് അങ്ങനെ എന്തോ നമ്മൾ റിയാക്ട് ചെയ്തില്ല തോന്നുന്നു. പക്ഷെ മിസ്സായിരുന്നു. ചെയ്തായിരുന്നോ? കറുപ്പിന്റെ ചെയ്തിട്ടില്ല തോന്നല്ല. ഇതേപോലത്തെ വേറൊരു സാധനം വന്നായിരുന്നു പണ്ട്, എന്നായിരുന്നു എന്തോ ഒരു പടമില്ലേ, അല്ല കറുപ്പല്ല, ഞാൻ ഒറ്റയ്ക്ക് റിയാക്ട് ചെയ്തത് ഒരു പടം ഉണ്ടായിരുന്നു. ഇപ്പം അല്ല, കുറച്ച് മുന്നേ. അത് വേറെയാണ്, അതല്ല. ഓക്കെ, അത് വിട്ടേ. ഇത് വേറൊരു പടം, അതും വേറെ എന്തോ ഒരു ബാലാജി തോന്നുന്നു ഡയറക്ടർ. അത് എന്താ പറയാ, നമ്മള് ഞാൻ ആക്ച്വലി ഉദ്ദേശിച്ചത് സൂര്യണ്ണനൊക്കെ ഇതിപ്പോന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ ഭയങ്കര ഒരു റാപ്പ് സംഭവമല്ലേ, ഇതിനൊരു പാട്ട് എന്ന് പറയുന്നത് ഒബിയസ്ലി നല്ല രസമുണ്ടായിരുന്നു കേൾക്കാൻ വേണ്ടിയിട്ട്. കാരണം വെച്ചാൽ നമ്മുടെ സിംഗുന്റെ വോയിസ് ഇല്ലേ, അതായത് എന്തോ ഒരു ഭയങ്കര ഒരു രസമാണ് കേൾക്കാൻ വേണ്ടിയിട്ട്. പക്ഷെ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ചിലപ്പോൾ നമ്മൾ അറിയാത്ത ആദ്യമായിട്ട് കേൾക്കുന്നോണ്ടാവാം. കാരണം ഈ അറിയാം ജാലക്കാരി, ഈ സെയിം മ്യൂസിക് ഡയറക്ടർ അല്ലേ ജാലക്കാരി. ജാലക്കാരിന്റെ ഫസ്റ്റ് കേൾക്കുമ്പോൾ തോന്നിയായിരുന്നു ഒരു വലിയ ഫീൽ ഉണ്ടായില്ലല്ലോ. എനിക്ക് സത്യം പറയാം, എനിക്ക് ഫസ്റ്റ് ജാലക്കാരി കേട്ടപ്പോൾ വലിയ ഇഷ്ടപ്പെട്ടിട്ടുണ്ടായിരുന്നില്ല. മായാജാലക്കാരി നമ്മുടെ ഷൈനികത്തിന്റെ പാട്ട്, അത് ഈ സായിബശങ്കറിന്റെ ഫസ്റ്റ് പടം അതാണ് മലയാളത്തിലെ. അപ്പൊ ആ പാട്ടിന്റെ അകത്ത് ഒരു പ്രശ്നം ഉണ്ടായിരുന്നു ഇതുപോലെ. ഫസ്റ്റ് കേൾക്കുമ്പോൾ വലിയ സുഖം തോന്നുന്നില്ല. ഇനി അറിയില്ല ഇനി എന്തെങ്കിലും ഇനി അടുത്ത മലയാളത്തിലാ ഫസ്റ്റ് മലയാളത്തിൽ ചെയ്തിട്ടുണ്ട്. തമിഴ് പടമല്ലേ? അല്ല, മലയാളം പടമാണത്. ബൾട്ടിയല്ലേ അത്? അല്ല, മലയാളമാണ്. ഷൈനിക മലയാളം പടമാണ്. തമിഴിൽ ആദ്യമായിട്ട് ചെയ്ത മറ്റേ പടം ഊറുംബ്ലഡ്. ഏകദേശം ആളുടെ സ്റ്റൈല് മനസ്സിലായി. ആ ഒരു ബീറ്റ് ഇതിന്റെ അകത്തുണ്ട് അല്ലേ? ഉണ്ട്. ആ ഒരു സാധനമാണല്ലോ. ഊറും ബ്ലഡിന്റെ പ്രശ്നം കാണുന്നില്ലേ? ഫസ്റ്റ് കേൾക്കുമ്പോ എന്തോ പോലെ തോന്നും പാട്ട്. പിന്നെ ചിലപ്പോ നമ്മൾ കേട്ടോ ചിലപ്പോ ഇപ്പോഴത്തെ ഭയങ്കര അവർക്ക് ചിലപ്പോ ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെടും. അതായത് ഫുള്ള് റാപ്പ് മാത്രമായിട്ട് നമ്മൾ ചിലപ്പോ എന്താ പറയാ, പണ്ടേ ഒടുങ്ങിയിട്ട് നമ്മളൊക്കെ ഏകദേശം എല്ലാം എല്ലാ ജനറേഷനും അനിരുദ്ധ വരാൻ പോകുക. അനിരുദ്ധ ഓക്കെയാണ്, അതായത് ആവശ്യത്തിന് ഇത് ആവശ്യത്തിന് അത് എല്ലാ ചേരുവയും കൂടിയും ചേർത്ത് നമുക്കൊരു സാധനം തരും, അത് നമുക്ക് പ്രശ്നം ഉണ്ടാവില്ല. പക്ഷെ ഇത് മൊത്തത്തിൽ അങ്ങോട്ട് കാണുമ്പോഴേ ഒരു തലക്കൊക്കെ ഒരു തരിപ്പ് വരും. നമ്മുടെ മനസ്സിലാവുന്നല്ലോ. ഒബിയസ്ലി നമുക്കറിയാം ഇപ്പോഴത്തെ കിഡ്സ് ആണെന്നുണ്ടെങ്കിൽ ഇപ്പൊ ഓരോ ഡാൻസ് കളിക്കുന്ന ഇന്നലെ ഞാൻ കണ്ടിട്ടുണ്ടായിരുന്നു. ഏതോ ഒരു മ്യൂസിക് ഒക്കെ എടുത്തിട്ട് കേൾക്കുമ്പോ തന്നെ ഒരു മ്യൂസിക് തന്നെ മനസ്സിലാവുന്നില്ല. പക്ഷെ ഒരു ചെയ്യുന്നതൊക്കെ നന്നായിട്ട് ചെയ്യുന്നുണ്ട്. പക്ഷെ നമുക്ക് കണക്ട് ആവാത്തൊരു സംഭവം, ചിലപ്പോ നമ്മൾക്കത് കണക്ട് ആവാത്തോണ്ടായിരിക്കാം. കൊണ്ടുവന്നിരുന്നെങ്കിൽ എനിക്ക് പാട്ടിനകത്തുണ്ട് സ്വാസിക എന്നിട്ട് എന്താ കളിച്ചിട്ട് വന്ന് എനിക്ക് സത്യമായിട്ട് മനസ്സിലാവുന്നില്ല. എന്തോ മറ്റേ തുള്ളികളൊക്കെ കൊച്ചപ്പോഴും ആ ഒരു സംഭവമാണ് എനിക്ക് തോന്നിയത്. അതായത് സ്വാസിക നമുക്കറിയാം ഗ്രേറ്റ് ഡാൻസറാണ്, എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് സ്വാസികയുടെ ഡാൻസ്. പ്രത്യേകിച്ച് എല്ലാം പോവും ആളുടെ വേറെ ലെവൽ, എല്ലാം ചെയ്യാൻ പറ്റും ആളെനിക്ക് ഭയങ്കര ഇഷ്ടം. പക്ഷെ ഇതിനകത്തെന്ന് വെച്ചാൽ ഏകദേശം ആ ഒരു തന്നെ പാട്ടിനോട് ഭയങ്കര വലിയ ഇമ്പ്രഷൻ ആയില്ല. അതിന്റെ സമയത്ത് എന്ന് വെച്ചാൽ പെട്ടെന്ന് പോയി അങ്ങനത്തെ ഒരു സംഭവമാണ്. പക്ഷെ എനിക്ക് തോന്നുന്നു ഇതിന്റെ ഒറിജിനൽ പാട്ട് ഇങ്ങനെ തന്നെ ആയിരിക്കോ എന്ന് എനിക്ക് അറിയില്ല. ഏകദേശം അവർ ആ നാല് പേരുടെ ഒരു ഗ്യാങ്ങിനെ പറ്റിയിട്ടുള്ള ഒരു പാട്ടാണ്. ഇനിയിപ്പോൾ എന്താ വരാമോ, ഇനി പടത്തിൽ ഇതൊക്കെ തന്നെ ആയിരിക്കോ എന്ന് എനിക്ക് അറിയില്ല. ഈ സോങ് തന്നെ ആയിരിക്കും, അല്ലെങ്കിൽ ഈ ഒരു പ്ലേസ്മെന്റ് സീൻസ് ഒക്കെ തന്നെ ആയിരിക്കും എന്നറിയില്ല. പക്ഷെ നമുക്ക് ഓക്കെ, ചിലപ്പോൾ 3-4 വട്ടം കേൾക്കുമ്പോൾ ചിലപ്പോൾ ഇഷ്ടപ്പെട്ടേക്കാം. ചില പാട്ടുകളില്ല അങ്ങനെ ഇങ്ങനെ പാട്ടന്നെ അങ്ങനെയാണല്ല. ഈ സായിബശങ്കറിന്റെ പാട്ടന്നെ മറ്റേ ആ സിനിമയിലെ കുറെ സോങ് ഒന്നും ഫസ്റ്റ് കേൾക്കുമ്പോൾ ഒട്ടും ഒരു സുഖം ഉണ്ടാവില്ല. പിന്നെ അത് ട്രെൻഡിലടക്കം കയറിയ സോങ്ങാണ്. ശരിയാട്ടോ, നമുക്ക് അനിരുദ്ധ വരാൻ പോകും. മലയാളത്തിൽ ഷേക്സ്പിയർ വലിയ കുഴപ്പമില്ല, നമുക്ക് പിടിക്കാൻ പറ്റും. ജസ്റ്റിൻ പ്രഭാകരൻ കുഴപ്പമില്ല, അതായത് നമുക്കൊക്കെ കുഴപ്പമില്ല. അതായത് നമുക്ക് ഇഷ്ടം ഫസ്റ്റ് കേൾക്കുമ്പോൾ തന്നെ ഭയങ്കര ഫസ്റ്റ് ഇംപ്രഷൻ എന്നുള്ളതല്ലേ. അപ്പൊ ആ ഒരു സംഭവങ്ങളൊക്കെ ഇവർക്കൊക്കെ ഉണ്ട്. പക്ഷെ ഇപ്പോഴത്തെ കുറച്ച് മ്യൂസിക് ഡയറക്ടേഴ്സ് ആൻഡ് ഈവൻ ആക്ടേഴ്സ് എടുത്ത് നോക്കുമ്പോഴാണെങ്കിൽ നമുക്ക് ഫസ്റ്റ് ഇംപ്രഷൻ ഭയങ്കര കുറവായിരിക്കും.
പക്ഷെ നമ്മൾ 1, 2, 3, 4 വട്ടമൊക്കെ ഇങ്ങനെ കണ്ടും കേട്ടൊക്കെ വരുമ്പോൾ ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെടും. അവിടെയാണ് ഞാൻ പറയുന്നത്, നമ്മളിപ്പം ഇപ്പൊ പറയുന്നില്ലേ ഫസ്റ്റ് ഇംപ്രഷൻ പുതിയ ആൾക്കാർ വരുമ്പോൾ, അപ്പോൾ പണ്ട് മുതലേ ഈ ലാലേട്ടനെയും പ്രേം നസീറിനെയും മറ്റവരൊക്കെ കണ്ടിട്ട്, മധുസാറിനൊക്കെ കണ്ടിട്ട് ഇവർ ഇപ്പോഴത്തെ പുതിയ ആൾക്കാരുടെ പടം കാണാൻ വേണ്ടി പോകുമ്പോൾ എന്തായിരിക്കും അവസ്ഥ അല്ലേ? ഇപ്പോഴത്തെ നമ്മളെ അമ്മമാർക്കും അപ്പന്മാർക്കൊക്കെ ഇപ്പൊ എക്സാമ്പിൾ നമ്മളെ ഇപ്പൊ നസ്ലിന്റെ ഒരു പടം കാണാൻ പോകുന്നതായിരിക്കും, അവരുടെ കമന്റ് എന്തായിരിക്കും? എനിക്കറിയാം, ഞാനിവിടെ അത് പറഞ്ഞു കഴിഞ്ഞാൽ നാണക്കേടായിരിക്കും അവർക്ക്. അതുകൊണ്ട് ഞാൻ പറയുന്നില്ല. കാരണം പ്രത്യേകിച്ച് നസ്ലിൻ ഇപ്പോ നമ്മളുടെ മറ്റേ ആരാണ് അത്, അവർക്കൊക്കെ ഏകദേശം ടോവിന് വരെയും പോകും, നമ്മൾക്ക് അനിരുദ്ധ് വരെയും പോകും എന്ന് പറയുന്നതല്ലേ. നമ്മുടെ പേരൻസിനൊക്കെ ഏകദേശം ടോവിനോ, ജയസൂര്യ, രാജുവേട്ടനൊക്കെ ഓക്കെ, പൃഥ്വിരാജൊക്കെ ഓക്കെയാണ് അവര് വരെ. അത് കഴിഞ്ഞിട്ട് പിന്നെ വന്ന കുറച്ച് ആൾക്കാരല്ലേ, അവരുടെ പടം കാണുമ്പോൾ ശരിക്കും അവനെ കൂട്ടി പോയാൽ മറ്റേ നമുക്ക് പടം എൻജോയ് ചെയ്യാൻ പറ്റില്ല. സൈനികം കുറച്ച് അമ്മമാരെ പിടിച്ചിട്ടുണ്ട്, കുറച്ച് മറ്റേ പോവില്ല. പക്ഷെ ഷൈനിക എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ കുറച്ച് പിടിച്ചിട്ടുണ്ട്. അതായത് എന്തൊക്കെയോ അതൊക്കെ ചെയ്തിട്ട്, അതായത് അത്യാവശ്യം നല്ല രീതിയിലുള്ള കുറെ റോളൊക്കെ കിട്ടിയിട്ടുണ്ടല്ലോ അവൾക്ക്. അപ്പൊ അത് പിന്നെ ആ ഒരു സെന്റിമെന്റ്സ്, അച്ഛന്റെ ആ ഒരു സെന്റിമെന്റ് സംഭവങ്ങളൊക്കെ, കാരണം അച്ഛനെ ഭയങ്കര ഇഷ്ടമാണ് ആ ഒരു ജനറേഷനിലെ ആൾക്കാർക്ക്. അപ്പൊ അതുകൊണ്ട് തന്നെ എന്താ പറയാ ആ ഒരു ഇഷ്ടമുണ്ട്. പക്ഷെ അത് കഴിഞ്ഞിട്ട് പിന്നെ നമ്മൾ അവരെ കൂട്ടിയിട്ട് വേറെങ്കിലും, പ്രത്യേകിച്ച് ഈ അടികപ്പേറെ കൂട്ടമണി പോലുള്ള പടങ്ങളൊക്കെ എനിക്കറിയാം എന്താ പറയാ പോയ സമയത്ത് എന്തായിരുന്നുള്ളത്, നമുക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെടും ആ പടമൊക്കെ. പക്ഷെ നമ്മുടെ അച്ഛനമ്മ ജനറേഷൻ ആൾക്കാരൊക്കെ ചിലപ്പോ പ്രകമ്പനം മൂവിയൊക്കെ തീർന്നു കാണൂല. വാഴയൊക്കെ കണ്ടപ്പോ മനസ്സിലായിരുന്നു എന്തായിരുന്നു എന്നുള്ളത്. അപ്പൊ എന്തായാലും അത്രയുള്ള ഏകദേശം നമുക്ക് അങ്ങനെയാണ് അത് ടേസ്റ്റ് ഉണ്ടാവില്ല ഓരോരുത്തർക്ക്. നമുക്കിപ്പോ പെട്ടെന്ന് ഇങ്ങനെ ഈ സാധനം മൊത്തം വന്നു കഴിഞ്ഞാൽ നമുക്കൊന്നും മനസ്സിലാവില്ല പെട്ടെന്ന് കേൾക്കുന്ന സമയത്ത്. ചിലപ്പോൾ ഇപ്പോഴത്തെ ന്യൂ ആൾക്കാർക്ക് ഭയങ്കരമായിട്ട് അത് ഇഷ്ടമാവുന്നിരിക്കും. അപ്പോൾ എന്തായാലും നിങ്ങളുടെ ഒപ്പീനിയൻ പറയാം. അടുത്ത വീഡിയോയിൽ കാണാം.